ഞാൻ ഇവിടെ വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സാപ്പയിൽ വരുമ്പോ. ഇത് നിക്കൂല. ഞാൻ എന്റെ ചാർലിയെ കണ്ടെത്തി. ആ ഇരിക്കുന്നവനല്ല, ഈ ഇരിക്കുന്നവനാണ് എന്റെ ചാർലി. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ്. ക്യൂട്ട് ബോയ്. Come on, come on, Ajay, come on. ഞാൻ ബില്ല് കൊടുക്കട്ടെ. Oh sorry, Maggie, pay the bill. Good morning from Sapa. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഇന്നലെ ഹനോയിലാണ്, ഇന്ന് സാപ്പയിലാണ്, ഫുള്ള് ട്രാവലിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹനോയിൽ ആകെ കവർ ചെയ്തത് റെയിൽവേ മാർക്കറ്റ് മാത്രമാണ് നമ്മൾ ഹനോയിൽ കവർ ചെയ്തത്. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങോട്ട് സാപ്പയിലേക്ക് പോന്നു. അപ്പോൾ ഹനോയിൽ നിന്ന് ഒരു 5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു സാപ്പയിലേക്ക്. നമ്മൾ ബസ്സിനാണ് വന്നത്. നമ്മളൊരു ഈവനിങ് ബസ് കയറിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. സാപ്പ ശരിക്കും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ക്ലൈമറ്റ് നല്ല കിടിലൻ ക്ലൈമറ്റാണ്. നമ്മൾ മറ്റേ ഊട്ടിയിൽ കൊടൈക്കനാലിലൊക്കെ പോയ മാതിരിയാണ്. പിന്നെ ഫുള്ള് ഇവിടെ കൂടുതലും മൗണ്ടെയിൻസും അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സാപ്പ എന്ന് പറയുമെങ്കിലും ഇവിടെ സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒത്തിരി കഫേസും അതേപോലെ ഒരുപാട് ക്ലബ്സും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നൈറ്റ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സാപ്പ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നാളെ ട്രെക്കിങ്ങിന് പോകും. ഇന്നിപ്പോ ജസ്റ്റ് എക്സ്പ്ലോറിംഗ്. അതെ, നമ്മൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ ആ സിറ്റി ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. കാരണം നമ്മുടെ ഐറ്റിനറി നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ആസ് യൂഷ്വൽ നമ്മളൊരു ബൈക്ക് റെന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കും. പിന്നെ അതേപോലെ ടൂർ പാക്കേജസും കാര്യങ്ങളൊക്കെ നോക്കും. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് മോന സാപ്പ എന്ന് പറഞ്ഞത്. മോന സാപ്പ അത് മറ്റേ അവിടെ. അതെ, അവിടെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. സാപ്പയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ആളുകൾ ഇല്ലാത്ത സമയം നോക്കി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ്. ഒരു 2 minutes walk ഡിസ്റ്റൻസിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട്, അതുകൊണ്ട് സാപ്പ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ ഫൈനലി ബോളിവുഡ് സ്പൈസ് എന്ന് പറഞ്ഞുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. കിട്ടിലും ഫുഡായിരുന്നു. ഏറ്റവും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് മസാല ചായയാണ്, അതേപോലെ പ്ലെയിൻ ഓംലെറ്റ്. പക്ഷേ ഞാൻ കുടിച്ചു തീർത്തു. ഇന്നലെ നല്ല 2 ദിവസമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സൊക്കെ വരുന്ന അടിപൊളി ഫുഡായിരുന്നു. പ്രത്യേകിച്ച് പ്ലെയിൻ ഓംലെറ്റ്, മറ്റേ ചാട്ട് മസാലയൊക്കെ ഇടുമല്ലോ, അതൊക്കെ ഇട്ടിട്ട് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്താ പറയുക ഷെഫ് അതേപോലെ ഇവിടുത്തെ ഓർഡറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ഫുഡാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കില്ല. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇവിടുത്തെ ഷെഫ്. പക്ഷേ പുള്ളിയായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഹിന്ദി നെയ്യ് മാറല്ലോ. അപ്പോൾ പുള്ളിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾ സാപ്പയിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ബോളിവുഡ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ വരണം. ബോളിവുഡ് സ്പൈസ് ഈ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഇതിൻ്റെ താഴെ ബാറാണ്, അത് ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ബാർ ക്ലോസ്ഡ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല. അത് ഞങ്ങൾ തിരിച്ച് നടന്നു പോകുന്ന സമയത്ത് നല്ല മറ്റേ എന്താ പറയുക ചിക്കൻ കറിയുടെ ഒക്കെ സ്മെല്ല്, രേവതി പറഞ്ഞ മാതിരി പൊരിച്ച കോഴിയുടെ മണം. സീരിയസ്ലി ഞാൻ തള്ളുന്നൊന്നല്ല, ശരിക്കും കറിയുടെ നല്ല സ്മെല്ല്. അപ്പോൾ ഞാൻ അജയിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇവിടുന്നോ നല്ലൊരു കറി, അതായത് നമ്മുടെ ഇന്ത്യൻ ഫ്ലേവറുള്ള കറിയുടെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ഏതോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അജയൻ പറഞ്ഞു നമുക്ക് നോക്കാൻ പറഞ്ഞ് അങ്ങനെ നടന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ സൈഡിലൊരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി മുകളിൽ വരുമ്പോഴാണ് റെസ്റ്റോറൻറ്റ്. താഴെ ബാർ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഷെഫിനെ പരിചയപ്പെടാം. അജിത്, മേരാ നാം അജയ്. അജിത് റാവുത്തർ എന്നാണ് പേര്. സുനിൽ, അജിത് ആൻഡ് സുനിൽ. चिकन करी बहुत अच्छा है। उसको हिंदी नहीं मालूम है ऐसा। प्लेन ऑमलेट अच्छा सब अच्छा है। सुपर
थैंक यू सो मच. हम तो 2 दिन हैं इधर, तो आएंगे फिर. ठीक है, थैंक यू सो मच. Come on, Ajay, come on. ഞാൻ ബില്ല് കൊടുക്കട്ടെ. Oh, sorry. Maggie, pay the bill. ദേ ഇതാണ് അജയുടെ ഡ്രസ്സ്. ക്യൂട്ട് ബോയ്, ക്യൂട്ട് ബോയ്. ഈ കാണുന്നതാണ് കേട്ടോ സാപ്പ സ്റ്റേഷൻ. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ തോന്നത്തൊന്നുമില്ല, കാരണം അത്രയും നല്ല ഭംഗിയിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് ദേ ഈ കുറേ ചേച്ചിമാരെ ഞാൻ കണ്ടത്. ഇവർ ദേ ഇതുപോലെയുള്ള കുട്ടി കുട്ടി ആക്സസറീസൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് ഞാനിത് ഇങ്ങനെ ഓരോ ആക്സസറീസൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ഒരാളെടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവർ ഒരുപാട് പേര് വന്ന് ഫുള്ള് എനിക്ക് ചുറ്റും നിന്നിട്ട് അവർ പല പല കളക്ഷൻസും ഇതെല്ലാം കാണിക്കണം. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനായി ആരുടെ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ളത്. ഫൈനലി ഞാൻ ഒരു കുട്ടി ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിയത്, കാരണം ഇയറിങ്സ് ഒന്നും അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രേസ്ലെറ്റ് മാത്രമാണ് വാങ്ങിയത്. പിന്നെ ഞാൻ എനിക്കും മീരയ്ക്കും വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് മേടിച്ചു. പിന്നെ അതേ അജയും കുറേ എന്തൊക്കെയോ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. അജയ് ഇതേ കുറെ കാലമായിട്ട് അന്വേഷിച്ച് നടന്നിരുന്നു തലയിലുള്ള ഈ ഒരു ബാൻഡ്. ഫൈനലി ഈ ഒരു ഏഞ്ചലാണ് അജയ്ക്ക് കൊടുത്തത്. ഇന്ത്യയിൽ കിട്ടാത്ത സാധനം വിയറ്റ്നാമിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി. ഇത് സിത്താര, ഇത് ഫഹീം. ഷീസ് ഫ്രം കണ്ണൂർ, തലശ്ശേരി. അതെ, എന്റെ നെയ്ബേഴ്സ് ആണ് രണ്ടുപേരും. ഇനി നമ്മള് ഇവരുടെ കൂടെയാണ് വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ ചാർലിയെ കണ്ടെത്തി. ഇരിക്കുന്നവനല്ല, ഈ ഇരിക്കുന്നവനാണ് എന്റെ ചാർലി. എന്റെ ദുൽഖറിനെ കണ്ടു നിങ്ങൾ? അജയ് കേൾക്കാത്ത പോലെ ഇരിക്കുവാണ് കള്ളൻ. നമ്മളിതാ ആസ് യൂഷ്വൽ ബൈക്ക് റെന്റിന് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് അജയ് പോകുന്നത്? അറിയില്ല, സാപ്പ എക്സ്പ്ലോർ. നമ്മൾ സിത്താരയും ഫഹീമും താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അവരുടെ ലഗേജ് എല്ലാം അവിടെ എന്താ പറയുക ഹോസ്റ്റലിൽ വെച്ചിട്ട് ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് നമ്മൾ മോനാസാപ്പയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാപ്പയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മോനാസാപ്പയാണ്. ഇവിടെ സാപ്പയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് മോനാസാപ്പ. ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇവിടെ വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സാപ്പയിൽ വരുമ്പോൾ. ബാലിയിൽ പോണ്ട, നമുക്കിവിടെ വിയറ്റ്നാമിൽ പോയാൽ മതി. അജയ് ദേ ആടാൻ പോവുകയാണ് ഗൈസ്. ആടിക്കൊണ്ടിരിക്കുകയാണ്. ചത്ത് അയ്യോ അമ്മേ, അപ്പുറത്ത് അതിനേക്കാളും സീന. അയ്യേ ബിഹൈൻഡ് ദ സീൻസ് ഓഫ്. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നിർത്തണോ? ഇതിന് ബ്രേക്കില്ല, ഇത് നിക്കൂല. ആടിക്കൊണ്ടിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? വളരെ നന്നായിരുന്നു. അല്ല, ഞങ്ങൾ 3 പേര് ഇവിടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുക. അജയ് ഇതേ അപ്പുറത്തത് ഒരു പെങ്കൊച്ചിനെ കിട്ടിയതാ കൊറേ നേരെ പഞ്ചാര അത് പിന്നെ അങ്ങനെയൊന്നുമില്ല. അവന് ട്രാവൽ ചെയ്യുമ്പോ ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെൺകുട്ടികളായിട്ട് മാത്രമാണ്. ഇവൻ വന്നപ്പോഴത്തേക്ക് ഇത്രയും സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ മോനാസാപ്പ. നിങ്ങൾ എന്തായാലും വരണം. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. എനിക്ക് ഇനിയും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. ഇവിടെ ക്യൂ ആണ് ഈ ഒരു ഫോട്ടോ എടുക്കണത്. കണ്ടോ, നമ്മളിങ്ങനെ വരിവരിക്ക് ഇങ്ങനെ നിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ വീഡിയോ വരുമ്പം അടിപൊളിയായിരിക്കും. ഞങ്ങൾ ക്യൂലാണ്.
ഓടിക്കോ 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 ഓടിക്കോ. ഓയ് കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ്. ഓടി ഓടി പോവാണ്. അടുത്ത പോയി ആരായി. ഓടിക്കോ 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 ഓടിക്കോ. നമ്മളിത് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നാണ്. സാപ്പ സിറ്റിയിലേക്ക് വന്നാണ്. യെസ്, സാപ്പയുടെ നൈറ്റ് ലൈഫാണ്. ഇവരെല്ലാവരും ഇവിടെ എന്താണ്ടോ കളി കളിക്കുന്നത്. എന്ത് കളിയാണെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത് കാലുകൊണ്ട് ഇത് തട്ടി തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് അടിപൊളിയാണ് സിറ്റി കാണാൻ വേണ്ടിയിട്ട്. രാത്രി ഫുൾ പാർട്ടി, അതേപോലെ ഫുൾ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സും നൈറ്റ് ക്ലബ്സും ഒക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ സാപ്പ രാത്രി വരുമ്പം. ഇവരിത് എന്ത് കളിയാന്ന് എനിക്കറിയില്ല. ഇതെടുത്ത് ഇങ്ങനെ പൊക്കി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. When your heart is broken, you simply cannot trust what your mind is telling you.